ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അത്തായിട്ട് ഞാനൊരു മോർണിംഗ് വ്ലോഗ് എടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വിചാരിച്ചാണ് എടുക്കണം എന്നുള്ളത്. പിന്നെ രാവിലെ എണീക്കാൻ കുറച്ച് വൈകി. ഇന്നാണെങ്കിൽ മോൾക്ക് 2 എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ചോറ് കൊണ്ടുപോകും വേണം. പിന്നെ ഇന്നലെ ഞാൻ രാത്രിയാണെങ്കിൽ തുടപ്പ് അകത്തേക്ക് അടുക്കളയ്ക്ക് എടുത്തേക്കാനും മറന്നു. അപ്പോൾ രാവിലെ തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ. രാവിലെ എണീറ്റിട്ട് അടുപ്പ് മാത്രം ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ നേരെ പോയി കുളിക്കുകയാണ് ചെയ്തത്. കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് വെച്ചിട്ട് പിന്നെ പതിവ് പോലെ ചന്ദനവും കുങ്കുമൊക്കെ ഇട്ടിട്ട് ഇനി നേരെ അടുക്കളയിലേക്കാണ് പോകണത്. നമ്മൾക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് ആദ്യം അരി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വേഗം തീ കത്തിക്കുകയാണ്. അപ്പോൾ ആദ്യം ചുക്കുവെള്ളത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് ചുക്കുവെള്ളം ഇന്നലെ രാത്രി ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചു. അപ്പോൾ അതാണ് കേട്ടോ, ആദ്യം ജഗ്ഗ് കഴുകിയിട്ട് അതിൽ ഒഴിച്ച് വെക്കുക. ലേറ്റായിട്ടൊന്ന് ചൂടാക്കും. ഇന്നലെ രാത്രി വെച്ച ചൂടുവെള്ളമാണ്. അപ്പോഴേക്ക് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരിയും കൂടി ഇടാൻ വേണ്ടിയിട്ട് അരി എടുത്തു കേട്ടോ. എന്നിട്ട് അരി എടുത്തിട്ട് അരി ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് വെള്ളം നല്ലപോലെ തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സമയം കൊണ്ട് ഞാൻ ജഗ്ഗ് ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ ഞാൻ ജനലൊന്ന് തുറന്നിട്ടു കേട്ടോ. ഒരു ജാതി ഒരു പുഴുക്ക ചൂരുണ്ടായിരുന്നു അടുക്കളയൊക്കെ. അപ്പോൾ ശരിക്കും അടുക്കളയിൽ നമ്മൾ വന്ന ആദ്യം ജനലൊക്കെ തുറന്നിടുന്നതാണ്. പക്ഷേ നല്ല ഇരുട്ടാണ് പുറത്ത് കേട്ടോ. ഒരു 5:15 ആയിട്ടുണ്ടായിരുന്നുള്ളൂ സമയം. അപ്പോഴേക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ജനലൊക്കെ ഒന്ന് വെളിച്ചം വന്നിട്ടാട്ടോ തുറന്നിടാറുള്ളൂ. അപ്പോൾ ഞാൻ ജനലൊന്ന് തുറന്നിട്ടു. പിന്നെ ഇന്ന് സേമിയം കൊണ്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വലിയുള്ളിയും ക്യാരറ്റും പിന്നെ ബീൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഉള്ളി ഞാൻ കുറച്ചായിട്ട് എടുത്തുള്ളൂ. ഒരു ഉള്ളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്കൊന്നും ഉള്ളി ഇഷ്ടമല്ല. പിന്നെ ഒന്ന് വെളിച്ചം വന്നപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ മഴയൊന്നുമില്ല കേട്ടോ. മഴ കുറേ ദിവസമായി മഴ ഉണ്ടായിട്ട്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണെന്നും കൂടി അറിയില്ല. അതുപോലെ വെയിലാണ് ഇപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ കടുക് ആദ്യം പൊട്ടിച്ചു കേട്ടോ, നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്. പിന്നെയാണ് ഓർമ്മ നമ്മൾ സേമിയ ഉണ്ടല്ലോ, അത് ഞാൻ നെയ്യിലൊന്ന് ചൂടാക്കണം എന്ന് വിചാരിച്ചാണ്. അത് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു ഉരുളി എടുത്തിട്ട് അതിലൊന്ന് ചൂടാക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഉരുളിയിലായതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് അടി പിടിക്കുകയും ചെയ്തു. പിന്നെ അത് ആ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി കളറ് കിട്ടും. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് ഇതായപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് പാകത്തിന് ഉപ്പിടാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉപ്പിന് പകരം പഞ്ചസാര എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് തന്നെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് എങ്ങനെ ഉണ്ട് നോക്കി പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാനതിലേക്ക് സേമിയം കൂടി ഇട്ട് വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ആ വെള്ളം തിളയ്ക്കണ നേരം കൊണ്ട് ഞാൻ ഉപ്പേരിക്കുള്ളത് നുറുക്കാമെന്ന് വിചാരിച്ചിട്ട് അമരയ്ക്ക ഉണ്ട് ഉപ്പേരിക്കണം. അമരയ്ക്ക ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കൊത്തമരുണ്ടല്ലോ, അത് ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അത് ഏട്ടന് മാത്രമേ ഇഷ്ടമുള്ളൂ. അതുപോലെ ബീട്രൂട്ട് എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപ്പേരിയും പിന്നെ ഉപ്പുമാവൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തുടയ്ക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ വേഗം തുടയ്ക്കും കൂടി ചെയ്ത് ആ പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തുടയ്ക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള പരിപാടി എന്താണ്, അത്തടലാണ്. അപ്പോൾ പൂക്കൾ എന്തായാലും ഇപ്രാവശ്യം അത്യാവശ്യത്തിന് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്പരത്തി പൂക്കളായാലും നമ്മുടെ വെള്ള പൂവുണ്ടല്ലോ, എന്താണ് ആ പൂവ്, കാക്കപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. പല കളറുണ്ട്. അപ്പോൾ ഞാനത് ഒരു കളർ മാത്രം എടുത്തു. എനിക്ക് അധികം അങ്ങനെ പൂക്കൾ ഇറക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. അപ്പം ഞാൻ കുറച്ച് പൂക്കളാണ് അറുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പൂക്കൾ അധികമായിട്ട് അറുത്തിട്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പൂക്കൾ അറുത്ത് കൊണ്ടു വെച്ചിട്ട് പിന്നെ ഞാൻ ചാണകം മെഴുകുകയാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് കേട്ടോ തറ ഇട്ടത്. അതുകൊണ്ട് തന്നെ തറ വല്ലാതെ ഉണങ്ങിയിട്ടില്ല. ചാണകം തേക്കുമ്പോൾ അത് കയ്യിലിങ്ങനെ മണ്ണ് പോരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ചാണകത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈകുന്നേരം ആയപ്പോൾ. അപ്പോൾ നമ്മുടെ പാത്രത്തിലുണ്ടായിരുന്ന പഴയ ചാണകം കുറച്ച് തളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ കുറച്ച് ചാണകമേ തളിച്ചുള്ളൂ. പിന്നെ ആദ്യം തന്നെ മുക്കുറ്റി വെച്ചു. പിന്നെ ചെമ്പരത്തിയും നമ്മുടെ കാക്കപ്പൂവും ശംഖുപുഷ്പവും വെളുത്ത നമ്പ്യാർ വട്ടല്ലേ അത്, അതൊക്കെ വെച്ചിട്ട് നമ്മുടെ അത്തടൽ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അത്ത ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. അപ്പോൾ അതാ നമ്മളെ അത്തടൽ കഴിഞ്ഞിട്ട് ഒരു പൂവ് മാത്രമാണ് കേട്ടോ ബാക്കി വന്നത്. ആ ഒരു പൂവ് ബാക്കിയായിട്ട് തന്നെ എനിക്ക് എന്തോ ഒരു സങ്കടം പോലെ. അപ്പോൾ അങ്ങനെ പിന്നെ ചെമ്പരത്തി പൂവ് അല്ലേ എന്ന് വിചാരിച്ചു. പൂവിടൽ കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ചട്ടിയിലുള്ള ചെടികളൊക്കെ വാടി നിൽക്കുകയാണ് കേട്ടോ. ആ ഇലയൊക്കെ ഉണങ്ങിയ പോലെ നിൽക്കുന്നുണ്ട്. ചട്ടിയിൽ കുറച്ച് മണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഫ്രണ്ടിലുള്ള ചെടികൾക്ക് ഞാൻ മഴക്കാലത്തും വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. കാരണം അവിടേക്ക് വെള്ളം തട്ടില്ല. എന്താ ഈ സൈഡിൽ ഈ വെള്ളപ്പൂക്കൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുഴിച്ചിട്ട ചെടികളിൽ പൂവുണ്ടായിട്ടുള്ള ഒരേ ഒരു ചെടി ഇതാണ് കേട്ടോ. എപ്പോഴും പൂക്കളുണ്ടാവും. നല്ല ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ ഫോണിൻ്റെതാണോന്ന് അറിയില്ല, ഇതിൽ അത്ര ഇത് തോന്നുന്നില്ല. പിന്നെ നേരെ വന്നു കൈയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മോള് പോയിട്ടുണ്ട്. അവൾക്ക് ചോറൊക്കെ ആക്കി കൊടുത്തപ്പോൾ അവൾ പോയിട്ടോ. പിന്നെ മോന് വിളക്ക് വയ്ക്കുകയാണ് അവിടെ.
പിന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അവൻ വരുമ്പോഴേക്ക് പിന്നെ കഴിക്കാം കേട്ടോ. കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും എന്തേന്ന് അറിയില്ല, വളരെ കുറച്ച് പാത്രങ്ങളും കഴുകി കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കുള്ള കറിയും കൂടി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു